യെസ്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് നമ്മൾ എന്തിനു ഉപയോഗിക്കണമെന്ന് അറിയോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മിസ്റ്റർ എ എന്ന് പറയുന്ന പുള്ളിക്കാരന് പല സോഴ്സുകളുടെ ഇൻകം ഉണ്ട്. സാലറിയിൽ നിന്ന് ഇൻകം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഇൻകം ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സിന്, അങ്ങനെ കുറേ അധികം ഇൻകംസ് മിസ്റ്റർ എക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ എല്ലാ ഇൻകം കൂടി കൂട്ടിയിട്ട് അയാൾക്ക് കിട്ടുന്ന മൊത്തം ഇൻകത്തിന് നമ്മളൊരു പേര് വിളിക്കില്ലോ, എന്താ? 5 ഹെഡ് എന്നുള്ള ഇൻകത്തിന്റെ ടോട്ടലിനെ വിളിക്കുന്ന പേര് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനാണോ അയാൾ ടാക്സ് അടയ്ക്കേണ്ടത്? ആ ഇൻകത്തിനാണോ അയാൾ ടാക്സ് അടയ്ക്കേണ്ടേ? അല്ല. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് ചില ഡിഡക്ഷൻസ് കിട്ടും. അതായത് ചില ഇന്ന സാധനങ്ങൾക്ക് ടാക്സ് അടയ്ക്കണ്ട എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഓരോ സെക്ഷനായിട്ട് കിടക്കണേ. സെക്ഷൻ 80C മുതൽ 80U വരെ ഉണ്ട്. കുറേയധികം ഡിഡക്ഷൻസ് ഉണ്ട്, കുറേ സെക്ഷനായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ SC ആയിട്ട് 80 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 10 എണ്ണോ 8 എണ്ണോ ഒക്കെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം എടുത്ത് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം പ്രോബ്ലം ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. കുറച്ചധികം ഡിഡക്ഷൻസ് ഈ ചാപ്റ്ററിലുണ്ട്. കുറച്ച് വലിയൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 4 ഡിഡക്ഷൻസ് ആണ് അതിൽ കേട്ടോ. ഒരു 10-15 ഡിഡക്ഷൻസോളം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിഡക്ഷൻ, ഈ 80C മുതൽ 80U വരെയുള്ള ഈ മൊത്തം ഡിഡക്ഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 എന്നാണ് അതിനെ കോമൺ ആയിട്ട് പറയുക. അതാണ് ചാപ്റ്ററിൻ്റെ പേരല്ല കേട്ടോ 6. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ 80C മുതൽ 80U വരെയുള്ള മൊത്തം ഡിഡക്ഷൻസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് ചാപ്റ്റർ 6A. 6 എന്ന് പറയുന്നത് റോമൻ ലെറ്ററിൽ എഴുതിയാൽ നല്ലതായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ റോമൻ ലെറ്റർ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് 6A എന്ന് കൊടുത്തേക്കണേ. ഓക്കെ അല്ലേ? ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ ഡിഡക്ഷൻ എന്താ? 80C ആണ്. 80C എന്ന് പറയുന്ന ഡിഡക്ഷൻ ആർക്കൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ ചിലവാക്കുമ്പോഴാണ് 80C എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക? നമുക്ക് നോക്കാം. ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകളല്ലേ? ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകളല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എത്ര പൈസയാണോ ചിലവാക്കിയത് ആ പൈസയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസിലേക്ക് വേണ്ടി അടച്ച പൈസ ഇല്ലേ, ആ പൈസയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ കുറച്ചധികം ഐറ്റംസ് വരുന്നുണ്ട്. അത് ഫുൾ പൈസയല്ല കേട്ടോ, അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 80Cയിൽ മെയിനായിട്ട് വരുന്ന 2 സാധനമാണ്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, അതുകൂടാണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ. ഇതിനൊന്നും നമ്മൾ 80C പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട. അത് ക്വസ്റ്റിൽ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. അവസാനം 80C എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം. അതിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് 80Cയിൽ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാക്സിമം ഈ സെക്ഷനിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്ര രൂപയാണ്? മാക്സിമം നമുക്ക് ഡിഡക്ഷൻ എത്ര രൂപ കിട്ടുക ഈ സെക്ഷനിൽ? 1.5 ലക്ഷം. മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് വേണ്ടി ഒരു 50,000 ചിലവാക്കുന്ന ഒരു വർഷം, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് വേണ്ടി ഞാനൊരു 1 ലക്ഷം രൂപ ചിലവാക്കുന്ന, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഡിഡക്ഷൻ കിട്ടില്ല. എല്ലാം കൂടി കൂട്ടിയിട്ട് മാക്സിമം എനിക്ക് എത്ര വരെ കിട്ടുള്ളൂ ഈ സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ? 1.5 ലക്ഷം രൂപ മാത്രമേ കിട്ടുള്ളൂ. ഇത് ആർക്കൊക്കെ ഈ ഡിഡക്ഷൻ കിട്ടുക? ഒരു ഇൻഡിവിജ്വലിനും HUFനൊക്കെ കിട്ടും കേട്ടോ. ഒരു ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കൊക്കെ ഈ ഡിഡക്ഷൻ കിട്ടും. മനസ്സിലായോ? ഇനി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ നമ്മൾ മൊത്തം അടയ്ക്കുന്ന എമൗണ്ട് കിട്ടില്ല കേട്ടോ. നോക്കി, ആർക്ക് കിട്ടുക? അയാളുടെ ലൈഫിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ്, ഹിസ് ഓർ ഹെർ സ്പൗസ്, ചിൽഡ്രനൊക്കെ കിട്ടും. പക്ഷേ ലിമിറ്റഡ് അപ് ടു 20% ഓഫ് ദ സം അഷ്യൂർഡ്. സം അഷ്യൂർഡിൻ്റെ 20% വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. എൻ്റെ സം അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സം അഷ്യൂർഡ് ആരെങ്കിലും ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടോ? സം അഷ്യൂർഡ് അല്ലല്ലോ. സം അഷ്യൂർഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ നമ്മൾ പറയുന്നതാണ് സം അഷ്യൂർഡ്. സം അഷ്യൂർഡ് കേട്ടിട്ടില്ല ആരും? സം അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് ഇല്ലേ, നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഇല്ലേ, മൊത്തം എമൗണ്ട് ഇല്ലേ, ഇൻഷുറൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് സം അഷ്യൂർഡ്. അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ക്വസ്റ്റിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് എടുത്തോ. സം അഷ്യൂർഡ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ തന്നാൽ അതിൻ്റെ മാക്സിമം 20% വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? കത്തിയോ? ഈ 1.5 ലക്ഷം എങ്ങനെ
1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ 80Cയിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷനാണ്. 80Cയിൽ നമുക്ക് കുറേ ഐറ്റംസിൽ ഡിഡക്ഷൻ കിട്ടും. എല്ലാം കൂടി കൂട്ടി മാക്സിമം എത്ര വരെ കിട്ടുള്ളൂ? 1.5 ലക്ഷം. അത് ഏതിനൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ അത് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ 5 മാർക്കിന് ചോദിക്കും. 80Cയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റത്തിനാണ് ഡിഡക്ഷൻ കിട്ടുക? ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അത് എല്ലാവർക്കും സെറ്റായോ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എല്ലാവർക്കും സെറ്റായോ? എന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി ഈ സെക്ഷനിൽ വരുന്ന മറ്റൊരു ഡിഡക്ഷനാണ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ SPF ഉണ്ടെങ്കിൽ നമുക്ക് 80Cയിൽ ഡിഡക്ഷൻ കിട്ടും, PPF ഡിഡക്ഷൻ കിട്ടും, RPF കിട്ടും. അപ്പോൾ ഏതോ ഒരു PF കിട്ടില്ലല്ലോ, അത് ഏത് PF-ആ? URPF അല്ലെ, അൺറെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഒരിക്കലും നമുക്ക് റിഡക്ഷൻ കിട്ടൂല കേട്ടോ. അത് ക്വസ്റ്റിൽ വന്നാൽ നമുക്ക് അത് എടുക്കാനേ പറ്റൂല, അത് കുറയ്ക്കാൻ പറ്റൂല. ക്ലിയർ ആയോ? അപ്പോൾ PF-ആകെ 3 PF-കൾക്ക് നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഏതൊക്കെ PF ആണ്? SPF, PPF, RPF. അടുത്ത് സബ്സ്ക്രിപ്ഷൻ ടു നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, NSC. NSC എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റിനിൽ പറയാം. അത് 8 ഇഷ്യൂ ഉണ്ട്, 9 ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരാണ് 8 ഇഷ്യൂ എന്ന് പറയുന്നത്. 8 എന്ന് പറയുന്നത് റോമൻ നമ്പറാണ് കേട്ടോ. റോമൻ നമ്പർ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ. നിങ്ങൾ തിയറിയൊക്കെ എഴുതുമ്പോൾ 8 എന്ന് എഴുതരുത്, അത് 5 ഇങ്ങനെ ഇല്ലേ, V പോലെ ഇട്ടിട്ട് ഒരു 3 വരെ വരയ്ക്കണം. അറിയില്ലേ റോമൻ നമ്പർ? അറിയില്ലേ നിങ്ങൾക്ക്? 8 ഇഷ്യൂ അറിയില്ലേ? 8 ഇഷ്യൂ അതുപോലെ 9 ഇഷ്യൂ കേട്ടോ, 9 ഇഷ്യൂ. അപ്പോൾ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ ഇൻട്രസ്റ്റ്, അതിന് ഇൻട്രസ്റ്റ് അക്രൂഡിലേക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ്, അതിനും ഡിഡക്ഷൻ കിട്ടും. അത് പഠിക്കാൻ എളുപ്പം തന്നെ ഒരുമിച്ച് എഴുതി കേട്ടോ. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പർച്ചേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. നിങ്ങൾ നിങ്ങളുടെ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വീട് വാങ്ങാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നിങ്ങൾ മാസം അല്ലെങ്കിൽ അടയ്ക്കില്ലേ? നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യില്ലേ? അടയ്ക്കില്ലേ? ആ എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ആ റീപേയ്മെൻറ്റ് ഓഫ് ആ ലോണിന് നമുക്ക് എന്ത് കിട്ടും? 80Cയിൽ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ ടേം ഡെപ്പോസിറ്റ്, അതായത് 5 വർഷത്തിൽ കുറയാതെ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള ടേം ഡെപ്പോസിറ്റ് എത്രയാണോ അതിന് ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടില്ലേ, മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. പിന്നെ നബാർഡില്ലേ, നബാർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നബാർഡ് അപ്പോൾ ഈ നബാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളില്ലേ, ഷെയറുകൾ, അത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ ടൈം ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലേ 5 വർഷം വരെയുള്ളത്, അതിന് നിങ്ങൾ പൈസ അടയ്ക്കേണ്ട. ട്യൂഷൻ ഫീസ് പെയ്ഡ് ഫോർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഓഫ് 2 ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളുടെയും ട്യൂഷൻ ഫീസ് ഇല്ലേ, ട്യൂഷൻ ഫീസ്, ഫുൾ ടൈം എഡ്യൂക്കേഷൻ്റെ ട്യൂഷൻ ഫീസ് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ 80C പ്രകാരം നിങ്ങളിപ്പോൾ ഈ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യില്ല, ഇൻകം ടാക്സ് ഒക്കെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പൈസയ്ക്കൊക്കെ വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചിട്ട് ടാക്സ് അടച്ചാൽ മതി. മനസ്സിലായോ? 80C പ്രകാരം നിങ്ങൾക്ക് ഇതിനൊക്കെ റിഡക്ഷൻ കിട്ടും. മനസ്സിലായോ? അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആരും കേട്ടിട്ടില്ലേ? ആർക്കാ സുകന്യ സമൃദ്ധി? എൻ്റെ മോൾക്കൊക്കെ ഞാൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുത്തിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ. എന്താ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? പെൺകുട്ടികൾക്ക് ഭാവിയിലേക്ക് പഠിക്കാൻ, പെൺകുട്ടികൾക്ക് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ കല്യാണപ്രായം ആകുമ്പോഴോ നമുക്ക് എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? കുറേശ്ശെ എമൗണ്ട് വെച്ച് നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ. അതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അത് പെൺകുട്ടികൾക്ക് മാത്രം ഈ ഒരു അക്കൗണ്ട്, അതാണ് സുകന്യ സമൃദ്ധി എന്ന് പറയുന്നത്. അത് 2 പെൺകുട്ടികളുടെ 2 പെൺകുട്ടികൾ, മാക്സിമം 2 കുട്ടികൾക്ക് വരെ കിട്ടുള്ളൂ കേട്ടോ പെൺകുട്ടികൾക്ക്. മനസ്സിലായോ? ആൺകുട്ടികൾക്കില്ല. 10 വയസ്സ് വരെയാണ് നമ്മൾ ആ പൈസ അടയ്ക്കും. 18 വയസ്സാകുമ്പോൾ ആ പൈസ ഒരു ഇൻട്രസ്റ്റ് അടക്കം ഒരു എമൗണ്ട് ആവും. അപ്പോൾ ആ പൈസ അവർക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിക്കാണ് അതിൻ്റെ ഹാഫിനുള്ള അധികാരമുള്ളൂ, വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും മാസം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എങ്ങാനും ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. ക്ലിയർ ആയോ? 80C ക്ലിയർ ആയോ? അപ്പോൾ ഈ പറയുന്ന എമൗണ്ടൊക്കെ നമ്മൾ കുറേ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മാക്സിമം എത്ര രൂപയുടെ ഡിഡക്ഷൻ കിട്ടുള്ളൂ 80Cയിൽ? 1.5 ലക്ഷം. സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയാ? 80C ക്ലിയർ ആയി. ഓക്കെ.
അടുത്ത 80CCC. ഏതാണ് 80CCC? 80CCC എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. നിങ്ങൾ പെൻഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ അതും എന്തുതന്നെയാണ്? മാക്സിമം ഓഫ് 1,50,000 എലോങ് വിത്ത് സെക്ഷൻ 80C. ഇത് 80Cയും 80CCCയും കൂടി ചേർത്തിട്ട് മാക്സിമം എത്ര കിട്ടുള്ളൂ? 1.5 ലക്ഷം. അവിടെ 80CCക്ക് വേണ്ടി 1.5ക്ക് പുറമെ വേറെ പൈസ കിട്ടില്ല കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെ അത് 80Cയിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1.20 ഉള്ളൂ. നിങ്ങൾ 1.20 മാത്രമേ നിങ്ങൾ 80Cയിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ വരുന്നുള്ളൂ. ബാക്കി ഒരു 30,000 വേണമെങ്കിൽ 80CCCയിൽ വേണമെങ്കിൽ ഡിഡക്ഷൻ ചെയ്യാമെന്ന്. മനസ്സിലായോ? മൊത്തം 1.5 കിട്ടുള്ളൂ. 80Cയും 80CCCയും കൂടി ചേർത്തിട്ട് 1.5 വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അതായത് LICയിൽ 1,000 കിട്ടിയാലും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് LICയിൽ ഒരു 50,000. ഓക്കെ അല്ലേ? സുകന്യ സമൃദ്ധിയിൽ നിങ്ങൾക്ക് ഒരു 50,000. ഓക്കെ. ഇനി റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഒരു 1,00,000 കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നോട്ട് ചെയ്താ? LIC എത്രയാ? 50,000. സുകന്യ സമൃദ്ധി 50,000. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ 1,00,000. 1,00,000. ഇനി നിങ്ങൾ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് ഒരു 50,000 എഴുതിക്കോ. എഴുതിയില്ലേ? അപ്പോൾ അയാൾക്ക് മൊത്തം എത്ര ഡിഡക്ഷൻ കിട്ടും? പറഞ്ഞേ. 1.5 ലക്ഷം. 1.5 കിട്ടും. 1.5 കിട്ടുള്ളൂ. കാരണം എന്താ? 80Cയിൽ അയാൾക്ക് എത്ര കിട്ടുള്ളൂ? 1.5 കിട്ടുള്ളൂ. അപ്പോൾ 80CCയിൽ ഇനി വീണ്ടും ഡിഡക്ഷൻ അയാൾക്ക് കിട്ടൂല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? 80Cയിൽ ലൈഫ് ഇൻഷുറൻസ് 50,000, സുകന്യ സമൃദ്ധി 50,000, അപ്പോൾ 1,00,000 ആയില്ലേ? റീപേയ്മെന്റ് ഓഫ് ലോൺ 1,00,000. അപ്പോൾ 1 + 1 2 ആയില്ലേ? 2 കിട്ടുമോ? 2 കിട്ടൂല. 1.5 കിട്ടൂല. 1.5 കിട്ടുള്ളൂ. അപ്പോൾ ഇനി കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് കിട്ടുമോ? 50,000 കിട്ടൂല. അവിടെ 1.5 കഴിഞ്ഞു. ഇനി നമുക്ക് CCC ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. CCC കൂടി ചേർത്തിട്ട് 1.5 കിട്ടുള്ളൂ. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ പറയാം. സുകന്യ സമൃദ്ധി 50. പറഞ്ഞോ, ചോദിച്ചോ. രണ്ടും കൂടി ചേർത്തിട്ടപ്പോ 1,50,000 പാടുള്ളൂ. യെസ്, അതന്നെ. ചേർത്ത് 1.5 പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സുകന്യ സമൃദ്ധി ഒരു 50,000 ഉണ്ട്. നമ്മുടെ ലോണ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഒരു 50,000, അത്രയേ ഉള്ളൂ. അതിൽ പെൻഷൻ ഫണ്ട് ഒരു 1,00,000 എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ 80Cയിൽ നമുക്ക് സുകന്യ സമൃദ്ധി 50,000, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ 50,000. 50 + 50 എത്രയായി? 1,00,000. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് 1,00,000. അപ്പോൾ 1 + 1 2 കിട്ടുമോ? 1.5 കിട്ടില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ടിൽ നിന്ന് ഒരു 50,000 ഡിഡക്ഷൻ കിട്ടും. 50 ഡിഡക്ഷൻ കിട്ടില്ല. കത്തിയാ? ഓക്കെ. അടുത്ത 80CCD. അപ്പോൾ 80C എന്താ മക്കളെ? ഒന്ന് പറഞ്ഞ് വേഗം പറഞ്ഞേ. 80C ഏതാ ഡിഡക്ഷൻ? ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ വരും. മാക്സിമം എത്ര എമൗണ്ട് വരെ കിട്ടും? 1.5 lakh. 1.5 വരെ കിട്ടും. അതിൽ ഏതൊക്കെ ഐറ്റംസ് വരെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ചിലപ്പോൾ എക്സാമിന് തിയറി ചോദിക്കും. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിക്കുക. ഏതൊക്കെ ഐറ്റത്തിനാണ് കിട്ടാന്ന് പഠിക്കുക. 80CCC എന്താ? കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. 80CCD എന്ന് പറഞ്ഞാൽ പെൻഷനാണ്. പക്ഷേ പെൻഷൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി അതർ എംപ്ലോയർ. മനസ്സിലായി? സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയറോ എനി അതർ എംപ്ലോയറോ കൊടുക്കുന്ന പെൻഷൻ സ്കീമിലേക്കുള്ള ഡിഡക്ഷനാണ് 80CCD. മറ്റേത് വെറും പെൻഷൻ ഫണ്ടാണ് കേട്ടോ. ഇത് സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമാണ്. അപ്പോൾ 80CCD എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പെൻഷൻ സ്കീമാ? സെൻട്രൽ ഗവൺമെന്റ്. അതിൽ തന്നെ രണ്ടും വ്യത്യാസമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് കൊടുക്കുന്ന പെൻഷനാണ് 80CCD. മനസ്സിലായോ? ഗവൺമെൻറ് ജോലിക്കാർ. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചാൽ? ഓക്കെ. അതിൽ തന്നെ രണ്ടെണ്ണം 3 വരുന്നുണ്ട്. 2 ഞാൻ ആദ്യം പറയാം. 80CCD 1 ഉണ്ട്, 80CCD 1B ഉണ്ട്. 80CCD 1 എന്താ പറയണമെന്നറിയോ? അതായത് അവിടെ എങ്ങനെ ഡിഡക്ഷൻ കിട്ടാമെന്നറിയോ? ഒരു സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ, ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 10% വരെ നമുക്ക് മാക്സിമം ഡിഡക്ഷൻ കിട്ടുള്ളൂ. ക്ലിയർ ആയോ? സാലറി വാങ്ങുന്ന, സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്ത് സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ, സാലറിയാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നതെങ്കിൽ സാലറിയുടെ എത്ര ശതമാനം വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ 80CCD 1? 10%.
ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ സാലറി അല്ല തന്നേക്കണേ, അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. സാലറി അല്ല ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണെങ്കിൽ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര എമൗണ്ട് വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 20%. 20%. ക്ലിയർ ആയോ? CCD1 ക്ലിയർ ആയോ? CCD1 ക്ലിയർ ആയോ? ക്ലിയർ ആയി. എല്ലാവർക്കും ഓക്കെ അല്ലേ CCD1? ഓക്കെ. CCD1B പറയുന്നത് ഈ CCD1 ഉണ്ടെങ്കിൽ അതിന് നമ്മൾ CCD1B എന്നും കൂടി പറയും. അതായത് അവിടെ ഒരു 50,000 രൂപ എക്സ്ട്രാ ഡിഡക്ഷൻ നമ്മൾ കൊടുക്കും. മനസ്സിലായോ? അതായത് സാലറിയും ഈ GTA ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ഒരു 50,000. അത് CCD1 മാത്രമേ ഉള്ളുവെങ്കിൽ 1.5 ലക്ഷം ഉള്ളൂ മാക്സിമം ഡിഡക്ഷൻ. മറ്റേ ATCയും ATCCCയും ATCCD1 കൂടി ചേർത്തിട്ട് എത്ര കിട്ടുള്ളൂ? 1.5 കിട്ടുള്ളൂ. 1.5 കിട്ടുള്ളൂ. ഒന്നുകൂടെ പറയാം. നമുക്ക് ATCയിൽ എത്ര കിട്ടുക? ATCയിൽ മാക്സിമം എത്ര കിട്ടുക? 1.5 lakh. ATCCCയിലോ? അത് ATCയും ATCCയും കൂടി ചേർത്ത് എത്ര കിട്ടുള്ളൂ? 1.5 lakh. ഇനി പറയുന്നത് എന്താ അറിയോ? CCD1B ഉണ്ടെങ്കിൽ, CCD1B എന്ന് പറയുന്ന ഈ സാലറിയും ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് 1.5ക്ക് പുറമെ എക്സ്ട്രാ എത്ര കൂടി കിട്ടും? 50,000 എക്സ്ട്രാ കിട്ടും എന്ന് പറയുന്ന ഡിഡക്ഷനാണ് 1B. ക്ലിയർ ആയോ? 2 ലക്ഷം കിട്ടും. യെസ്. ATCയും ATCCCയും ATCCDയും കൂടി ചേർത്ത് എത്ര കിട്ടും? 2 ലക്ഷം. കത്തിയോ? ക്ലിയർ ആയോ? ഓക്കെ. CCD2 എന്ന് പറയുന്നൊരു ഡിഡക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് എനി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ? അതായത് തൊഴിൽ കൊടുത്ത ആൾ, ഓണർ ചിലപ്പോൾ എംപ്ലോയിക്ക് വേണ്ടി എന്തെങ്കിലും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിനും എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അത് ഇതിന് പുറമെ, ഈ 2 ലക്ഷത്തിന് പുറമെ സാലറിയുടെ 14% വരെയാണ്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 14% വരെ ഡിഡക്ഷൻ കിട്ടും. അല്ലാത്ത എംപ്ലോയി ആണെങ്കിലോ സാലറിയുടെ 10% വരെ ഡിഡക്ഷൻ കിട്ടും. CCD2 ക്ലിയർ ആയോ? CCD2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണം എമൗണ്ട് എംപ്ലോയിക്ക് വേണ്ടി? എംപ്ലോയർ കോൺട്രിബ്യൂട്ട്. ആരാ എംപ്ലോയർ എന്ന് പറഞ്ഞ? ജോലി കൊടുക്കുന്ന ആള്. പുള്ളിക്കാരൻ ഓരോ എംപ്ലോയിക്ക് വേണ്ടി ഇത്ര പൈസ വരെ എന്ത് ചെയ്യും? കൊടുക്കും അല്ലേ? അത് കൊടുക്കും. എമൗണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവരുടെ എംപ്ലോയിയുടെ സാലറിയുടെ എത്ര വരെ? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവരുടെ സാലറി എത്ര ശതമാനം ഡിഡക്ഷൻ കിട്ടും? 14%. ഇനി സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിലോ? 10%. അതാണ് CCD2. അത് ക്വസ്റ്റ്യനിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് എന്ന ക്വസ്റ്റ്യൻ തന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഡിഡക്ഷനെ കുറിച്ച് ഓർത്താൽ മതി കേട്ടോ. ക്ലിയർ? ATC എന്താ? ATC ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ടു NSE, ഇൻട്രസ്റ്റ് അക്രൂഡ്, റീപേയ്മെന്റ് ഓഫ് ലോൺ, ടൈം ഡെപ്പോസിറ്റ്, സുകന്യ സമൃദ്ധി. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. മാക്സിമം എത്ര വരെ കിട്ടും ATCയിൽ? 1.5 ലക്ഷം. എന്ന് പറഞ്ഞാ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ലക്ഷം കിട്ടും. ATCയും ATCCയും ചേർത്ത് 1.5 lakh. ATCCD ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കൂടി എക്സ്ട്രാ കിട്ടും? ഒരു 50,000 കൂടി എക്സ്ട്രാ കിട്ടും. CCD2 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാ? കോൺട്രിബ്യൂഷൻ ബൈ ദ എംപ്ലോയർ ആണ്. അങ്ങനെയാണെങ്കിൽ സാലറിയുടെ 14%, അതർ എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 10% ഡിഡക്ഷൻ കിട്ടും. അടുത്തത് ലാസ്റ്റ് ഡിഡക്ഷൻ, അതിൻ്റെ പ്രോബ്ലം കാണിച്ചു തരാം. ATCCE. അപ്പോൾ സിയുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്ക് അടുത്ത ദിവസം ATCCE. ATCC എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചില്ലേ? 3 എണ്ണം പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ATC പ്ലസ് ATCCC പ്ലസ് ATCCD അല്ലേ? അതിൽ 1B പെടുകയാണെങ്കിൽ നമുക്ക് മൊത്തം എത്ര എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും പറഞ്ഞേ? ATCയും ATCCCയും ATCCയും ചേർത്ത് കിട്ടും 2 lakh കിട്ടും. അതിനെ മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന ഡിഡക്ഷൻ സെക്ഷനാണ് ATCCE. ക്ലിയർ? അപ്പൊ ATCC എന്ന് പറയുന്നത് ATCCC+ATCCD1B. മാക്സിമം നമുക്ക് 1.5 + 50,000 എക്സ്ട്രാ. അപ്പോൾ ടോട്ടൽ 3D 2 lakhs വരെ കിട്ടും എന്ന് പറയുന്ന ഡിഡക്ഷനാണ് ATCCE.
പക്ഷേ 80cc നോട്ട് ചെയ്യണം, 80cc 2 ഉണ്ടെങ്കിൽ ഷാൽ നോട്ട് ബി എവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, 80cc ഇൻക്ലൂഡ് ചെയ്യില്ല, 1.5 ലക്ഷത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യില്ല, അത് എക്സ്ട്രാ റിഡക്ഷൻ കിട്ടും. എത്രയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 14%, അതർ എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 10%. ക്ലിയർ ആണോ എല്ലാവർക്കും ഡിഡക്ഷൻസ്? അല്ല, അപ്പൊ 2 ലക്ഷത്തിന്റെ ആണോ 14% കണ്ടി? സാലറിയുടെ ഇത് ക്വസ്റ്റ്യൻ തരും. സാലറിയുടെ ഞാൻ ക്വസ്റ്റ്യൻ പ്രോബ്ലം കാണിച്ചു തരാം. ഇനി ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കുക. ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ശ്രീമതി ദേവി ഹൂ ഈസ് സെൽഫ് എംപ്ലോയിഡ് ആണ്. അയാൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് സാലറി ഇല്ലാത്തതുകൊണ്ടാണ് അയാൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് തന്നേക്കണേ. എത്ര? 6,20,000. ക്ലിയർ ആണോ? അപ്പോൾ ശ്രീമതി ദേവിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് മക്കളെ? 6,20,000. അതായത് അയാളുടെ എല്ലാ ഹെഡും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 6,20,000 കേട്ടോ. അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. അതിൽ നിന്നാണ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത്. ഷീ ഹാസ് ഡെപ്പോസിറ്റഡ് 90,000 രൂപ ഇൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PPF എന്ന് പറയുന്ന ഫണ്ടിലേക്ക് ഇയാൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? 90,000. ആൻഡ് 1,80,000 ഇൻ പെൻഷൻ സ്കീം ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ സ്കീമിലേക്ക് ഒരു 1,80,000 രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അയാളുടെ ടാക്സബിൾ ഇൻകം എത്ര? അയാൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക പറഞ്ഞു? ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതി. ക്ലിയർ? ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം ഔട്ടർ കോളത്തിൽ എഴുതാം. എത്ര എമൗണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം? 6,20,000. അതിൽ നിന്നാണല്ലോ നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ റിഡക്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അതേ സെക്ഷൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് വരുന്ന ഏത് സെക്ഷനിലാണ്? 80C. എത്ര രൂപയെ നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കണേ? 90,000. ഇനി അണ്ടർ സെക്ഷൻ 80cc ആള് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ പെൻഷൻ സ്കീമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ സാലറി നോക്കണം, ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കണം അല്ലേ? നമുക്ക് ക്വസ്റ്റിലെ സാലറി ആണോ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണോ തന്നേക്കണേ? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണെങ്കിൽ മാക്സിമം എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് എത്ര ശതമാനം വരെ കിട്ടുക? 10 20 ആണ്. സാലറി ആണെങ്കിൽ 10%, ഗ്രോസ് ടോട്ടൽ ഇൻകം ആണെങ്കിൽ എത്ര പെർസെൻറ്റേജാ കാണിച്ചു തരണ? 20%. നോക്കിക്കോ, കാണിച്ചു തരാം. ഇനിയിപ്പോ reduction is allowed on account of any amount not exceeding 10% of salary. Salary 10%, 20% of GTA in the previous year. കണ്ടോ? അപ്പോൾ ഇവിടെ GTA തന്നേക്കണേ. അപ്പോൾ എത്ര പെർസെൻറ്റേജാ? 20%. അപ്പോൾ 6,20,000 20% എത്രയും നോക്കി കണ്ടുപിടിച്ചേ. 6,20,000 ഇൻറ്റു 20/100. അതാണ് അയാൾക്ക് മാക്സിമം റിഡക്ഷൻ കിട്ടുള്ളൂ. 1,80,000 കിട്ടൂല. അപ്പോൾ എത്ര വരുന്നത്? 6,20,000 ഇൻറ്റു 20/100 എത്രയാ? അപ്പൊ അയാൾക്ക് 1,80,000 ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടൂല. മാക്സിമം 1,24,000 കിട്ടുള്ളൂ. അപ്പൊ 90,000 1,24,000 കിട്ടും അല്ലേ? അപ്പൊ മൊത്തം എത്ര? 90,000 പ്ലസ് 1,24,000 മൊത്തം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 2,14,000. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് 2,14,000 മൊത്തം ഡിഡക്ഷൻ കിട്ടുമോ? 80Cയും 80cc കൂടി ചേർത്ത് 2 ലക്ഷം കിട്ടും. ഇല്ല. മാക്സിമം എത്ര ഡിഡക്ഷൻ കിട്ടുള്ളൂ? 2 ലക്ഷം കിട്ടും. 2 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഔട്ടർ കോളത്തിൽ 80cc-യും 80cc 1B കൂടി ചേർത്ത് മൊത്തം 2 ലക്ഷമേ കിട്ടുള്ളൂ. അപ്പോൾ 6,20,000 2 ലക്ഷം കുറച്ച് ബാക്കി 4,20,000 രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. കത്തിയാ? ക്ലിയർ ആയോ? ഈ 1,50,000 ഒപ്പം എഴുതാം. അതവിടെ എഴുതണമെന്നില്ല. 2,14 എന്ന് പറഞ്ഞാൽ ഔട്ടർ കോളത്തിൽ 2 ലക്ഷം എഴുതിയാലും മതി. അപ്പോൾ തന്നെ പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ, കോൺസെപ്റ്റ് അറിയാമെന്ന്, റിഡക്ഷൻ അറിയാമെന്ന് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. കുറച്ച് ടഫാണ് ഡിഡക്ഷൻസ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. During 2023-24, Mr. Thomas deposited in the following amount: Statutory Provident Fund 40,000, PPF 50,000, Pension Scheme of Central Government at 15% of his salary 1,80,000. The employer also contributed rupees 1,20,000 to the fund. Compute the amount of reduction. Reduction മാത്രം കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ SPF Statutory Provident Fund PPF ഏതാ സെക്ഷൻ? 80C. എന്ന് പറഞ്ഞ എഴുതാ.
സ്റ്റാറ്റ്യൂട്ടറി ഇവിടെ ഗ്രോസ് ടോട്ടലിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ ഡിഡക്ഷൻ മാത്രം കാണാനേ പറഞ്ഞേക്കണേ. അപ്പോൾ ETCയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് 40,000, PPF 50,000, ടോട്ടൽ 90,000. അടുത്തത് പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അത് സാലറിയെ തന്നേക്കണേ. പക്ഷേ നമുക്കിവിടെ തന്നേക്കണത് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 15% 1,80,000. സാലറിയുടെ എത്ര ശതമാനം വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുക? 10%. 10%. പക്ഷെ നമുക്കിവിടെ 15 തന്നേക്കണം. അപ്പം അതിനെങ്ങനെ 10 കാണാം? എങ്ങനെ കാണാം 10? എങ്ങനെ കാണാം? ആർക്കെങ്കിലും പറയാമോ? 15 10 ഓർക്കണം. അങ്ങനെയല്ലല്ലോ. ഈ തന്നേക്കണ 1,80,000 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? മൊത്തം സാലറിയുടെ എത്ര ശതമാനം? 15%. 15%. അല്ല, അപ്പോൾ അടിയിൽ 15% നമുക്ക് അതിൽ നിന്ന് എത്ര കാണണം? 10 കാണണം. അപ്പോൾ 1,80,000 ഇൻറ്റു 10/15 ചെയ്താൽ കിട്ടുമോ? നോക്കി, കിട്ടൂലേ? 1,80,000 1,80,000 എന്ന് പറഞ്ഞാൽ 15 തുല്യ. അതിന് 15% അല്ലേ? അപ്പോൾ 1,80,000 ബൈ 15 ഇൻറ്റു 10 ചെയ്താൽ പോരെ? അല്ലെങ്കിൽ 1,80,000 ഇൻറ്റു 10/15 ചെയ്താൽ പോരെ? അടിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഈ തന്നിട്ടുള്ള എമൗണ്ടിന് തുല്യം. അപ്പോൾ 1,80,000 എന്ന് പറഞ്ഞാൽ ഇൻറ്റു അടിയിൽ 15 വരും. മുകളിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 10 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ 1,80,000 ഇൻറ്റു 10/15 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും നോക്കി. അല്ലെങ്കിൽ സാലറി നിങ്ങൾ നേരിട്ട് കാണാം. സാലറി എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എന്താ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സാലറി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1,80,000 ഇൻറ്റു 100/15 ചെയ്താൽ പോരെ? കത്തില്ല. 1,80,000 എന്ന് പറഞ്ഞാൽ മൊത്തം സാലറിയുടെ എത്ര ശതമാനാ? 15%. അപ്പം അത് 15-നോട് തുല്യമാണ്. നമുക്ക് 100% കണ്ട സാലറി ആയില്ലേ? ആയില്ലേ? അപ്പോൾ 1,80,000 ഇൻറ്റു എന്ത് ചെയ്യുക? 100/15 ചെയ്താൽ മതി. കണ്ട 1,80,000 100/15. അപ്പോൾ എത്ര കിട്ടി? 12 ലക്ഷം. ഇതാണ് സാലറി. ഇത് നിങ്ങൾക്ക് 10% നേരിട്ട് കാണണമെങ്കിലോ 1,80,000 ഇൻറ്റു 10/15 ചെയ്താൽ മതി. അപ്പോൾ 1,20,000 കിട്ടും. കത്തിയാ പറഞ്ഞത്. അപ്പൊ സാർ ഇത് ഡയറക്റ്റ് സാലറി കണ്ടാലും മതി. കാരണം സാലറി നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. കാരണം എന്നറിയോ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ സാലറിയുടെ 14% അല്ലെങ്കിൽ 10% റിഡക്ഷൻ കിട്ടില്ല ആൾക്ക് വേറെ എക്സ്ട്രാ DDB2 ഓർമ്മയില്ലേ? അപ്പം എന്തായാലും സാലറി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 1,80,000 ഇൻറ്റു 100/15 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 12 ലക്ഷം. ഇതാണ് അയാളുടെ സാലറി. സാലറിയുടെ എത്ര ശതമാനം വരെ ഡിഡക്ഷൻ കിട്ടും? 10. എത്ര വരെ കിട്ടും? 10%. 10%. അപ്പോൾ 12 ലക്ഷത്തിൻ്റെ 10% 1,20,000 ആണ് നമുക്ക് എന്തിൽ വരിക? ATCCDയിൽ വരിക. ക്ലിയർ? സാർ നേരത്തെ 1,80,000 15 അത് അങ്ങനെ ചെയ്തൂടെ? അങ്ങനെ ചെയ്യാം. പക്ഷെ അപ്പോൾ നമുക്ക് 10% നേരിട്ട് കിട്ടും. 1,20,000 അപ്പോൾ നമുക്ക് നേരിട്ട് കിട്ടും. പക്ഷേ സാലറി എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും മോനെ. കാരണം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അടുത്തുണ്ടല്ലോ. അത് ഞാൻ പറയാൻ പോണേയുള്ളൂ. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? CCDയിൽ 1,20,000 കിട്ടിയത് മനസ്സിലായോ എല്ലാവർക്കും? റെസ്പോൺസ്. അപ്പോൾ 90,000 1,20,000 കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്രയായി? 2,10,000. 2,10,000 അയാൾക്ക് റിഡക്ഷൻ കിട്ടുമോ? കിട്ടില്ല. എത്ര വരെ കിട്ടും? 2 ലക്ഷം. 2 ലക്ഷം കിട്ടും. 1.5 50 കിട്ടും അല്ലേ? 1.5 ലക്ഷം 50 കിട്ടും. അപ്പോൾ 2 ലക്ഷമേ കിട്ടുള്ളൂ. ഇനി എംപ്ലോയർ കോൺട്രിബ്യൂട്ടഡ് ഉണ്ട് 1,20,000. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ ഡിഡക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വന്നാൽ എങ്ങനെ ഡിഡക്ഷൻ വരിക? പറഞ്ഞേ, ലാസ്റ്റ് ഡിഡക്ഷൻ പറഞ്ഞത്. 40% ഓഫ് സാലറി. 14% ഓഫ് സാലറി ഇൻ കേസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് 10% ഇൻ കേസ് ഓഫ് എനി അതർ എംപ്ലോയീസ് അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ ഏത് എംപ്ലോയി അത് പറയുന്നുണ്ടോ? അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് അങ്ങനെ ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി പറയുന്നില്ലല്ലോ മോളില്. പ്രൊവിഷൻ സ്കീം സെൻട്രൽ ഗവൺമെന്റ് അതേ ഉള്ളൂ. അല്ലാണ്ട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതർ എംപ്ലോയി ആയിട്ട് കണക്കാക്കണം. അപ്പോൾ എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 10%. എത്ര വരെ കിട്ടുള്ളൂ? 10%. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര എമൗണ്ട്? എത്രയാ?
12 ലക്ഷത്തിൻ്റെ 10% 1,20,000 വരെ നമുക്ക് റിഡക്ഷൻ കിട്ടും. അപ്പോൾ ടോട്ടലി 3,20,000 റിഡക്ഷൻ കിട്ടും. ക്ലിയർ ആയോ? ഇതിന് എക്സ്ട്രാ ഡിഡക്ഷൻ അല്ലേ, ഇതിൽ പെടില്ലല്ലോ. 80 CCD പെടുമോ? CCD 2 ഇതിൽ പെടുമോ? 1.5 ലക്ഷത്തിൽ പെടുമോ? ഇല്ല, അത് എക്സ്ട്രാ കിട്ടുന്ന റിഡക്ഷനാണ്. അപ്പോൾ 1,20,000 നമുക്ക് എക്സ്ട്രാ റിഡക്ഷൻ കിട്ടും. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ? ക്ലിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.